ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 7. ജ്ഞാനവിജ്ഞാന യോഗം. ശ്ലോകം 15, പേജ് നമ്പർ 400. നമാം ദുഷ്കൃതിനോ മൂഢാഃ പ്രപദ്യന്തി നരാധമാഃ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ. പദാനുപദം. ദുഷ്കൃതിനഃ ദുഷ്കർമ്മം ചെയ്യുന്ന, മൂഢാഃ മൂഢന്മാരായി, നരാധമാഃ നരാധമന്മാരായി, മായയാ മായയാൽ, അപഹൃതജ്ഞാനാഃ ജ്ഞാനം നഷ്ടപ്പെട്ടവരായി, ആസുരം അസുരമായ, ഭാവം ഭാവത്തെ, ആശ്രിതാഃ ആശ്രയിച്ചിരിക്കുന്നവരായി, മാം എന്നെ, ന പ്രപദ്യന്തെ ശരണം പ്രാപിക്കുന്നില്ല. വിവർത്തനം. ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സ്വയം ആത്മസമർപ്പണം ചെയ്യുന്നവർക്ക് ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയന്ത്രണം അതിലംഘിക്കാമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഒരു ചോദ്യത്തിനിടവരുന്നു. അഭ്യസ്തവിദ്യരായ തത്വചിന്തകരും ശാസ്ത്രജ്ഞരും വ്യവസായികളും ഭരണകർത്താക്കളും ജനനേതാക്കളുമെല്ലാം എന്തുകൊണ്ട് സർവശക്തനായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സ്വയം സമർപ്പണം ചെയ്യുന്നില്ല? മനുഷ്യ സമൂഹത്തിലെ നേതാക്കൾ വർഷങ്ങളോളമോ ജന്മങ്ങളോളമോ തന്നെ നീണ്ടുനിൽക്കുന്ന പല പദ്ധതികളിലൂടെയുമാണ് നിരന്തര പരിശ്രമത്താൽ മുക്തി അഥവാ ഭൗതിക പ്രകൃതി നിയമങ്ങളിൽ നിന്നുള്ള മോചനം നേടുന്നത്. ഭഗവത് ചരണാശ്രയം കൊണ്ടു മാത്രം ഇത് സാധ്യമാണെങ്കിൽ ബുദ്ധിശാലികളും പ്രവൃത്തി നിരതരുമായ ഇവർക്ക് എന്തുകൊണ്ട് ലളിതമായ ഈ ഉപായം സ്വീകരിച്ചുകൂടാ? ഭഗവത്ഗീത ഈ ചോദ്യത്തിന് സ്പഷ്ടമായ ഉത്തരം നൽകുന്നുണ്ട്. ഉത്തമ വൈജ്ഞാനികരും സമൂഹത്തിൻ്റെ നായകന്മാരുമായ ബ്രഹ്മാവ്, ശിവൻ, കപിലൻ, കുമാരന്മാർ,
മനു, വ്യാസൻ, ദേവലൻ, അസിതൻ, ജനകൻ, പ്രഹ്ലാദൻ, ബലി എന്നിവരും പിൽക്കാലത്ത് മധ്വാചാര്യർ, രാമാനുജാചാര്യർ, ശ്രീചൈതന്യ മഹാപ്രഭു തുടങ്ങിയവരും പരമാധികാരിയും സർവശക്തനുമായ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം തേടിയവരാണ്. ഇവരെല്ലാം വിശ്വാസ്യരായ തത്വജ്ഞാനികളും രാജതന്ത്രജ്ഞരും വിദ്യാഭ്യാസ വിചക്ഷണരും ശാസ്ത്രജ്ഞരുമൊക്കെയായിരുന്നു. എന്നാൽ വാസ്തവത്തിൽ തത്വചിന്തകരോ ശാസ്ത്രജ്ഞരോ വിദ്യാവിചക്ഷണരോ ഭരണകർത്താക്കളോ അല്ലാതെ ഭൗതികോന്നതിക്കു വേണ്ടി മാത്രം അങ്ങനെ ഭാവിക്കുന്ന കൂട്ടർ ഭഗവാന്റെ മാർഗത്തെയോ പദ്ധതിയെയോ സ്വീകരിക്കാറില്ല. അവർക്ക് ദൈവത്തെക്കുറിച്ച് യാതൊരറിവുമില്ല. അവർ തങ്ങളുടേതായ ഭൗതിക പരിപാടികൾ ആസൂത്രണം ചെയ്യും. അങ്ങനെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിഫല ശ്രമത്തിൽ അവയെ കൂടുതൽ വിഷമപ്രദങ്ങളാക്കുകയാണവർ. ഭൗതിക പ്രകൃതിക്ക് ബലം വളരെ കൂടുന്നതുകൊണ്ട് അതിന് ഈ നാസ്തികരുടെ അനധികൃത പദ്ധതികളെ നിഷ്പ്രയാസം ചെറുത്ത് പ്ലാനിംഗ് കമ്മീഷനുകളുടെ അറിവിനെ താറുമാറാക്കാൻ കഴിയും. നാസ്തികരായ ഈ പദ്ധതികർത്താക്കളെയാണിവിടെ ദുഷ്കൃതിനഃ എന്ന വാക്കുകൊണ്ടു സൂചിപ്പിക്കുന്നത്. കൃതി എന്നാൽ സത്കർമ്മം ചെയ്തവനെന്നർത്ഥം. നാസ്തികനായ ആസൂത്രകനും ചിലപ്പോൾ അതിബുദ്ധിമാനും ഗുണവാനുമായേക്കാം. ഏതൊരു ബൃഹത് പരിപാടിയും നല്ലതാകട്ടെ ചീത്തയാകട്ടെ ആസൂത്രണം ചെയ്യാൻ ബുദ്ധിശക്തി ആവശ്യമാണ്. എന്നാൽ ഭഗവാന്റെ കൽപ്പനകളെ എതിർക്കുന്നതിനായി തെറ്റായ വിധത്തിലാണ് നാസ്തികർ അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് ദൈവബോധമില്ലാത്ത അത്തരം ആസൂത്രകനെ ഇവിടെ ദുഷ്കൃതിയെന്ന് പറഞ്ഞിരിക്കുന്നു. ഭൗതിക പ്രകൃതി ഭഗവൻ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഗീതയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിന് സ്വതന്ത്രമായ അധികാരങ്ങളൊന്നുമില്ല. വസ്തുവിൻ്റെ ചലനമനുസരിച്ച് നിഴൽ നീങ്ങുന്നത് പോലെയാണ് പ്രകൃതിയുടെ പ്രവർത്തനം. എങ്കിലും അതിൻ്റെ ശക്തി മഹത്താണ്. എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനമെന്ന് നാസ്തികന് തൻ്റെ നിരീശ്വര സ്വഭാവം കാരണം അറിയാൻ വയ്യ. പരമപുരുഷൻ്റെ പരിപാടിയെക്കുറിച്ചും അയാൾക്കറിഞ്ഞുകൂടാ. മായയ്ക്കും രജസ്തമോ ഗുണങ്ങൾക്കും വശംവദനാകയാൽ അയാളുടെ പരിപാടികളെല്ലാം പരാജയത്തിൽ അവസാനിക്കുന്നു. ഭൗതിക ദൃഷ്ട്യാ ശാസ്ത്രജ്ഞന്മാരും തത്വജ്ഞാനികളും ഭരണദുരന്ധരരും വിദ്വാൻമാരുമായിരുന്ന ഹിരണ്യകശിപുവും രാവണനും മറ്റും ആസൂത്രണം ചെയ്ത പരിപാടികളൊക്കെ തകർന്നു മണ്ണടിഞ്ഞതുപോലെ ഇത്തരം ദുഷ്കൃതികൾ താഴെ കാണിച്ചിരിക്കുന്ന പ്രകാരം 4 തരത്തിലുണ്ട്. 1. മൂഢന്മാർ. ഭാരം ചുമക്കുന്ന മൃഗങ്ങളെപ്പോലെയാണിവർ. പ്രയത്നത്തിൻ്റെ ഫലം സ്വയം അനുഭവിക്കണം അവർക്ക്. ഭഗവാനു വേണ്ടി അത് സമർപ്പിക്കാൻ അവർ തയ്യാറല്ല. ഇതിനുള്ള മികച്ച ഉദാഹരണം കഴുതയാണ്. പാവപ്പെട്ട ഈ മൃഗത്തെ അതിൻ്റെ യജമാനൻ വല്ലാതെ അധ്വാനിപ്പിക്കും. ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ ക്ലേശിക്കുന്നതെന്ന് രാപ്പകൽ കഷ്ടപ്പെടുന്ന ആ മൃഗത്തിന് അറിഞ്ഞുകൂടാ. ഒരു കെട്ട് പുല്ല് തിന്നാൻ കിട്ടിയാൽ അതിന് തൃപ്തിയായി. ഉടമസ്ഥൻ തല്ലുമോ എന്ന് ഭയന്നിട്ടാണെങ്കിലും സ്വൽപ്പമൊന്നു മയങ്ങിയാൽ സന്തോഷം. ഇണയുടെ ചവിട്ടും കുത്തും നിരന്തരമേറ്റുകൊണ്ട് തന്നെ ലൈംഗിക തൃഷ്ണ ശമിപ്പിച്ചാൽ അതിന് തൃപ്തിയായി. ചിലപ്പോൾ കഴുത പാട്ടുപാടാറുണ്ട്, തത്വജ്ഞാനമോതാറുമുണ്ട്. പക്ഷേ ഈ അപസ്വരം മറ്റുള്ളവർക്ക് ശല്യമായി തീരുകയേ ഉള്ളൂ. ഇതാണ് ഞാൻ ആർക്കുവേണ്ടി അധ്വാനിക്കണമെന്നറിയാത്ത ഫലാകാംക്ഷിയായ മൂഢൻ്റെ സ്ഥിതി. കർമ്മം
യജ്ഞത്തിനായുള്ളതാണെന്ന് മൂഢൻ മനസ്സിലാക്കുന്നില്ല. സ്വയം നിർമ്മിതങ്ങളായ കർത്തവ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തു പോരുന്നവർ പലപ്പോഴും പറയുന്നത് കേൾക്കാം, ജീവാത്മാവിൻ്റെ അനശ്വരതയെപ്പറ്റി കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല എന്ന്. അത്തരം മൂഢന്മാർക്ക് നശിച്ചു പോകുന്ന ഭൗതിക സമ്പത്തുകളത്രേ ജീവിത സർവസ്വം. തങ്ങളുടെ പ്രയത്നഫലത്തിൽ നന്നേ ചെറിയൊരംശം മാത്രമേ അവർ അനുഭവിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. ഈ നേട്ടങ്ങൾക്കു വേണ്ടി രാവും പകലും ഉറങ്ങാതെ അവർ കഴിച്ചുകൂട്ടും. അൾസറോ ദഹനക്കുറവോ ഉണ്ടായാൽ സ്വൽപ്പാഹാരം കൊണ്ട് തൃപ്തിപ്പെടും. ആരെയെങ്കിലും യജമാനന്മാരായി സങ്കൽപ്പിച്ച് അവർക്കു വേണ്ടി രാപ്പകൽ കഠിനാധ്വാനത്തിൽ മുഴുകിക്കഴിയും. യഥാർത്ഥ യജമാനനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മൂഢരായ അവർ ധനദേവതയെ സേവിച്ചുകൊണ്ട് സമയം പാഴാക്കുകയാണ്. നിർഭാഗ്യവശാൽ സർവ്വയജമാനന്മാർക്കും അധിപതിയായ ഭഗവാനെ അവർ ആശ്രയിക്കാറില്ല. ശരിയായ ഇടങ്ങളിൽ നിന്ന് അദ്ദേഹത്തെപ്പറ്റി കേട്ടറിയാൻ ശ്രമിക്കാറുമില്ല. അമേദ്യം ഭക്ഷിക്കുന്ന പന്നികൾ നെയ്യും പഞ്ചസാരയും ചേർത്തുണ്ടാക്കുന്ന പലഹാരങ്ങൾ സ്വീകരിക്കാൻ കൂട്ടാക്കാറില്ല. അശ്രാന്ത പ്രയത്നം ചെയ്യുന്ന മൂഢന്മാരായ ഇക്കൂട്ടർ ക്ഷണികമായ ഭൗതിക ലോകത്തെ സംബന്ധിച്ച ഇന്ദ്രിയാഹ്ലാദകാരികളായ വാർത്തകൾ കേൾക്കുമെങ്കിലും ഭൗതിക ലോകത്തെ ചലിപ്പിക്കുന്ന ശാശ്വത ജീവിത ചൈതന്യത്തെപ്പറ്റി കേൾക്കാൻ അവർക്ക് സമയം ദുർലഭമത്രേ. 2. മറ്റൊരു തരം ദുഷ്കൃതികളുണ്ട്. നരാധമന്മാർ. നരനെന്നാൽ മനുഷ്യൻ, അധമൻ ഏറെ താണവനും. 84 ലക്ഷം ജീവിവിഭാഗങ്ങളുള്ളതിൽ 4 ലക്ഷം നരവംശവിഭാഗങ്ങളാണ്. അപരിഷ്കൃതമായ അസംഖ്യം മനുഷ്യവർഗങ്ങളും ഇക്കൂട്ടത്തിൽപ്പെടും. സാമൂഹ്യവും ഭരണപരവും ധാർമ്മികവുമായ നിശ്ചിത പ്രമാണങ്ങൾക്കു വഴങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ് പരിഷ്കൃത ജനങ്ങൾ. സാമൂഹ്യവും ഭരണതന്ത്രപരവുമായ വളർച്ചയെത്തിയിട്ടും ധാർമ്മിക പ്രമാണങ്ങൾക്ക് വിധേയരാകാത്തവരെ നരാധമന്മാരായി ഗണിക്കപ്പെടുന്നു. ധാർമ്മികങ്ങളായ പ്രമാണങ്ങൾ അനുസരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം പരമസത്യത്തെയും അതിന് മനുഷ്യനുമായുള്ള ബന്ധത്തെയും കുറിച്ചറിയുന്നതു തന്നെ. അതുകൊണ്ട് ഈശ്വരനെ കൂടാതെയുള്ള മതമല്ല. തന്നേക്കാൾ ഉന്നതനായ പ്രാമാണികൻ ഇല്ലെന്നും താനാണ് പരമസത്യമെന്നും ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട്. സർവശക്തനും പരമസത്യവുമായ ഭഗവാൻ ശ്രീകൃഷ്ണനുമായി എല്ലാവർക്കും ശാശ്വത ബന്ധമുണ്ട്. പരിഷ്കൃതമായ മനുഷ്യജീവിതം ഇതിനെക്കുറിച്ചുള്ള നഷ്ടപ്പെട്ട അവബോധം വീണ്ടെടുക്കുന്നതിനു വേണ്ടിയുള്ളതാണ്. ഈ അവസരത്തെ പാഴാക്കുന്നവൻ നരാധമനാകുന്നു. അമ്മയുടെ ഗർഭത്തിലിരിക്കെ ഏറ്റവും ക്ലേശകരമായ ഒരു അവസ്ഥയാണിത്. കുട്ടി തന്നെ അവിടെ നിന്ന് മോചിപ്പിക്കണമെന്നും പുറത്തു വന്നു കിട്ടിയാൽ ഭഗവത് സേവനത്തിൽ തന്നെ നാൾ കഴിച്ചു കൊള്ളാമെന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കാറുണ്ടെന്ന് നമുക്ക് ധർമ്മശാസ്ത്രങ്ങളിൽ നിന്നു മനസ്സിലാക്കാം. കഷ്ടപ്പെടുമ്പോൾ ഈശ്വര പ്രാർത്ഥന ചെയ്യുക എന്നത് സർവ്വജീവാത്മാക്കളുടെയും സഹജമായ വാസനയാണ്. ഈശ്വരനുമായുള്ള ശാശ്വത ബന്ധമാണിതിന് കാരണം. ഗർഭത്തിൽ നിന്ന് പുറത്തു പോന്നാലാകട്ടെ ജനന സമയത്തുള്ള ക്ലേശാനുഭവങ്ങളെയും അവയിൽ നിന്ന് മോചിപ്പിച്ച ഭഗവാനെയും മായാമോഹിതനായ ശിശു മറന്നു പോവുകയും ചെയ്യുന്നു. കുട്ടികളിൽ നിലീനമായ ദിവ്യാവബോധത്തെ ഉണർത്തിയെടുക്കേണ്ട കടമ രക്ഷിതാക്കൾക്കുണ്ട്. ധാർമ്മിക ആചാരങ്ങൾക്ക് മാർഗദർശിയായ മനുസ്മൃതിയിൽ സംസ്കാരങ്ങളെന്ന നിലയിൽ 10 വിധം കർമ്മങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു.
വർണ്ണാശ്രമധർമ്മം അനുസൃതമായി കൃഷ്ണാവബോധത്തെ ഉണർത്തലാണ് ഈ അനുഷ്ഠാനങ്ങളുടെ ഉദ്ദേശ്യം. എന്നാൽ ഇന്ന് ലോകത്തിലെവിടെയും ഇത്തരം ചടങ്ങുകൾ മുറപ്രകാരം നിറവേറ്റിപ്പോരുന്നില്ല. അതുകൊണ്ട് 99.9% ജനങ്ങളും നരാധമരാണെന്നു താനും. ജനങ്ങളെല്ലാം നരാധമന്മാരാകുമ്പോൾ ഭൗതിക പ്രകൃതിയുടെ ശക്തിപ്രഭാവത്താൽ വിദ്യാഭ്യാസം എന്നത് കേവലം പൊള്ളയായി തീരുന്നു. പണ്ഡിതനായ ബ്രാഹ്മണനെയും ചണ്ഡാലനെയും നായ, പശു മുതലായ മൃഗങ്ങളെയും ഒരേ നിലയിൽ കാണുന്നവനത്രേ ഭഗവത്ഗീതയുടെ ദൃഷ്ടിയിൽ അറിവുള്ളവൻ. ഒരു യഥാർത്ഥ ഭക്തൻ്റെ ദർശനം ഇതായിരിക്കും. ദിവ്യനായ ഗുരു എന്ന നിലയിലുള്ള ഭഗവാന്റെ അവതാരമാണ് ശ്രീ നിത്യാനന്ദ മഹാപ്രഭു. അദ്ദേഹം നരാധമന്മാരുടെ മാതൃകകളായ ജഗായ് മതായ് സഹോദരന്മാർക്ക് മുക്തി നൽകി. ഇപ്രകാരം ഒരു പരമഭക്തൻ തൻ്റെ കരുണയെ നരാധമരിൽ എങ്ങനെ വിനിയോഗിക്കുമെന്ന് കാണിച്ചു. ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു നരാധമന് ഒരു ഭക്തൻ്റെ കനിവുകൊണ്ട് മാത്രമേ തൻ്റെ ആധ്യാത്മികാവബോധത്തെ പുനർജീവിപ്പിക്കാൻ സാധിക്കൂ. ജനങ്ങൾ ഭഗവത് സന്ദേശങ്ങൾ വിനയാദരപൂർവം കേൾക്കണമെന്നു ശ്രീ ചൈതന്യ മഹാപ്രഭു ഭാഗവതധർമ്മം അഥവാ ഭക്തന്മാരുടെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനിടയ്ക്ക് പറയുകയുണ്ടായി. ഈ സന്ദേശത്തിൻ്റെ കഴമ്പാണ് ഭഗവത്ഗീത. വിനയപൂർവമുള്ള ഈ ശ്രവണം കൊണ്ട് നരാധമന്മാർക്കു പോലും മുക്തി നേടാം. പക്ഷേ നിർഭാഗ്യവശാൽ ഇതു കേൾക്കാൻ പോലും അവർ വിസമ്മതിക്കുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പിന്നെ എന്തു പറയാൻ? മനുഷ്യരുടെ മുഖ്യ കർത്തവ്യത്തെ നരാധമന്മാർ പാടെ അവഗണിക്കുകയും ചെയ്യും. 3. ഇനിയൊരു വിഭാഗം ദുഷ്കൃതികൾ മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരാണ്. മായികമായ ഭൗതിക ശക്തിയാൽ അവരുടെ ആർജിത ജ്ഞാനമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രായേണ പണ്ഡിതരായിരിക്കും ഇവർ. തത്വചിന്തകർ, കവികൾ, സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞർ എന്നിങ്ങനെ. എന്നാൽ മായാശക്തി അവരെ വഴിതെറ്റിക്കുകയാൽ അവർ ഭഗവാനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നു. കാലത്ത് മായാപഹൃതജ്ഞാനരായി അസംഖ്യം ആളുകളുണ്ട്, ഭഗവത്ഗീത പണ്ഡിതന്മാരിൽ പോലും. ശ്രീകൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെന്ന് ഭഗവത്ഗീതയിൽ ലളിതമായ ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെക്കാൾ ഉത്തമനായോ അദ്ദേഹത്തിനു തുല്യനായോ ആരുമില്ല. മനുഷ്യരുടെയെല്ലാം ആദിപിതാവായ ബ്രഹ്മാവിൻ്റെയും പിതാവാണ് അദ്ദേഹമെന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിൻ്റെ പിതാവ് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളുടെയും പിതാവാണ്. അവ്യക്തിഗത ബ്രഹ്മത്തിൻ്റെയും പരമാത്മാവിൻ്റെയും തായ്വേരാണ് അവിടുന്ന്. എല്ലാ ജീവികളിലുമുള്ള പരമാത്മാവ് അദ്ദേഹത്തിൻ്റെ സമ്പൂർണാംശം തന്നെ. എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തി അദ്ദേഹത്തിൽ നിന്നാണ്. എല്ലാവരും ഭഗവത് ചരണങ്ങളിൽ സ്വയം സമർപ്പിക്കേണ്ടതാണ്. ഇത്രയുമെല്ലാം വ്യക്തമാക്കിയിരുന്നിട്ടും ഈ മായാപഹൃതജ്ഞാനരായ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിവൈശിഷ്ട്യത്തെ അവഗണിക്കുന്നു. അദ്ദേഹത്തെ വെറുമൊരു സാധാരണ മനുഷ്യനെന്ന് കരുതുന്നു. അനുഗ്രഹീതമായ ഈ മനുഷ്യരൂപം ഭഗവാന്റെ അതീന്ദ്രിയവും ശാശ്വതവുമായ രൂപത്തെ ആസ്പദമാക്കിയുള്ളതാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. മായാപഹൃതജ്ഞാനികളുടെ ആധികാരികങ്ങളല്ലാത്തതും ഗുരുശിഷ്യ പരമ്പരയിൽ പെടാത്തതുമായ ഗീതാവ്യാഖ്യാനങ്ങൾ ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നവയാണ്. മായാമോഹിതരായ വ്യാഖ്യാതാക്കൾ കൃഷ്ണന് സ്വയം സമർപ്പിക്കാനോ
അങ്ങനെ ചെയ്യാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനോ തുനിയുന്നില്ല. 4. അസുര സ്വഭാവികൾ അഥവാ ആസുരം ഭാവമാശ്രിതർ ആണ് നാലാമത്തെ ദുഷ്കൃതികൾ. ഇവർ തികച്ചും നാസ്തികരാണ്. പരമപുരുഷനായ ഭഗവാന് ഒരിക്കലും ഭൗതിക ലോകത്തിൽ അവതരിക്കാൻ കഴിയുകയില്ലെന്ന് അവരിൽ ചിലർ വാദിക്കുന്നു. എന്തുകൊണ്ട് അവതരിച്ചുകൂടാ എന്ന ചോദ്യത്തിന് ശരിയായ ഒരുത്തരം നൽകാൻ അവർക്ക് സാധിക്കാറില്ല താനും. മറ്റു ചിലർ ഈശ്വരൻ അവ്യക്തിഗത ഭാവത്തിൻ്റെ ആശ്രിതനാണെന്ന് കരുതുന്നു. എന്നാൽ നേരെ മറിച്ചാണ് ഭഗവത്ഗീത പ്രസ്താവിച്ചിരിക്കുന്നത്. ഭഗവത് വ്യക്തിത്വത്തിൽ ഈർഷ്യയുള്ള നിരീശ്വരവാദികൾ കപോലകൽപ്പിതങ്ങളായ പല കപട അവതാരങ്ങളെയും രംഗത്തിറക്കാറുണ്ട്. ഭഗവാനെ നിന്ദിക്കുക എന്നത് ജീവിത ലക്ഷ്യമാക്കിയെടുത്ത അക്കൂട്ടർക്ക് ശ്രീകൃഷ്ണ പാദങ്ങളിൽ ആത്മസമർപ്പണം സാധ്യമല്ല. ദക്ഷിണേന്ത്യയിലെ ആൾവാർ ശ്രീ യമുനാചാര്യർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: അല്ലയോ ഭഗവാനെ, അവിടുത്തേക്ക് അസാധാരണങ്ങളായ ലീലകളും ഗുണങ്ങളും രൂപങ്ങളും ഉണ്ട്. സത്വഗുണാധിഷ്ഠിതങ്ങളായ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാൽ അങ്ങയുടെ വ്യക്തിത്വം സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ദിവ്യഗുണസ്ഥിതരും ആത്മീയ ശാസ്ത്രത്തിൽ അഗാധജ്ഞാനമുള്ളവരെന്ന് പേരുകേട്ടവരുമായ മഹാത്മാക്കളാൽ അങ്ങ് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നിരീശ്വരഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് അങ്ങ് അഗ്രാഹ്യനാണ്. അതിനാൽ മേൽപ്പറഞ്ഞ പോലെ 1. ശുദ്ധമൂഢന്മാർ, 2. നരാധമന്മാർ, 3. മായാമോഹിതരായ ഊഹാപോഹികൾ, 4. തികഞ്ഞ നിരീശ്വരവാദികൾ എന്നിവർ ശാസ്ത്രാനുസൃതവും ആധികാരികങ്ങളുമായ ഉപദേശങ്ങൾ നൽകിയാലും ഒരിക്കലും പരമപുരുഷൻ്റെ പാദകമലങ്ങളിൽ അഭയം പ്രാപിക്കുകയില്ല. ഹരേ കൃഷ്ണ.